ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയലോഹി. ദ മാം ആൻഡ് മമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ മലയാളിയുടെയും അഭിമാനമാണ് ഓണം. ഓണം എന്നാൽ ഓർമ്മകളാണ്. ഓണം മലയാളികളുടെ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒന്നിച്ചു ചേരുന്ന കുടുംബ സംസ്കാരമാണ് ഓണം. പാരസ്പര്യമാണ് ഈ ആഘോഷത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. കേരളത്തിന് 2 വസന്തകാലമാണുള്ളത്. രണ്ടാമത്തെ വസന്തകാലത്തിലാണ് തിരുവോണം. ഈ രണ്ടാം വസന്തം കള്ളക്കർക്കടകം പോയി മറിഞ്ഞ് ചിങ്ങപ്പുലരിക്ക് അഴക് പകരുന്ന ചിങ്ങമാസം. കാക്കപ്പൂക്കളും കണ്ണാന്തളിപ്പൂക്കളും കാശിത്തുമ്പയും ചെമ്പരത്തിയും മുക്കുറ്റിയും മുല്ലയും തുളസിത്തറയും പലതരം കാട്ടുപൂക്കളും ഓണപ്പൂക്കളും അത്തപ്പൂവിടാൻ കാത്തു നിൽക്കുന്ന പോലെ ഓണനിലാവും ഓണപ്പാട്ടും ഓണപ്പുടവയും ഓണത്തുമ്പിയും ഓണസദ്യയും അതുപോലെ വീട്ടുമുറ്റത്തൊരു ഊഞ്ഞാലും ഏതൊരു വീടിൻ്റെയും ഐശ്വര്യമാണ്. ഈ ഊഞ്ഞാലിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സരസമ്മ എന്ന ആത്തേമ്മയും അച്ഛൻ മാമനെയും ഓർമ്മ വരുന്നത്. ബന്ധുക്കളൊന്നുമല്ല, പക്ഷേ സ്വന്തക്കാർ, എൻ്റെ ജീവിതത്തിന് നിറം പകർന്നവർ. ഓണത്തിന് കുറേ ദിവസം മുമ്പേ കാട്ടിൽ പോയിട്ട് ഊഞ്ഞാലിൻ്റെ വള്ളി മുറിച്ചുകൊണ്ട് വന്ന് പറമ്പിലെ ചാഞ്ഞു നിൽക്കുന്ന പ്ലാവിൽ ഊഞ്ഞാല് കെട്ടി പാകത്തിന് ആടാൻ വേണ്ടി കെട്ടി അതിലിരുന്നിട്ട് പട്ടുപാവാടയും എടുത്തിട്ട് കുന്തളിച്ചിരുന്ന് പറന്നാടുമ്പോൾ ആ ഒരു ഓർമ്മ ആരും കാണാതെ കായും ചേമ്പും ചേനയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി കളിയോടൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് തരുമ്പോൾ ആ തിന്നുന്ന ആ രുചി ഇന്നും നാവിൻ്റെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഈ ഓണസമയത്ത് പണ്ട് നമുക്കൊന്നും സിനിമ കാണാനുള്ള അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓണത്തിനുമൊക്കെ പോയിട്ട് സിനിമ കണ്ടിട്ട് വരും. എന്നിട്ട് അതുപോലെ എനിക്ക് അവതരിപ്പിച്ചു വരും. ഒരു ഓണക്കാലത്ത് വാഴവ്യമായ എന്നൊരു സിനിമ കാണാൻ പോയിട്ട് ആ കഥാപാത്രങ്ങളെ അഭിനയിച്ച് കാണിച്ച് അങ്ങനെ ആ വാഴവ്യമായത്തിലെ ഷീലയും സത്യനും എല്ലാം എൻ്റെ കൺമുമ്പിൽ ജീവിക്കുന്ന പോലെ. അതുപോലെ തന്നെ KPSC സുലോചനയുടെ ആ പാട്ടും അതുപോലെ തന്നെ പാടിത്തരുമായിരുന്നു. അതൊരു കാലമല്ലേ. മിത്തുകളുടെ ഒരു കലവറയാണ് കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം. ഓണത്തിനുമുണ്ട് ഒരു ആത്മബലിയുടെ കഥ. ഏത് ത്യാഗത്തിന് പിന്നിലും ഒരു എളിയ കഥയുണ്ടാവും. കാലം അതിന് വർണ്ണം നൽകും. അങ്ങനെ കഥ മിത്തായി രൂപാന്തരപ്പെടും. മാവേലി ചക്രവർത്തിയുടെ കഥയും അങ്ങനെ ഒരു മിത്താണ്, ആത്മബലിയുടെ കഥ. മാവേലി നാട് വാഴുന്ന കാലത്ത് കള്ളമില്ല, ചതിയില്ല, പൊളിവചനങ്ങളില്ല, കള്ളപ്പറയില്ല, കള്ളനാഴിയില്ല. എല്ലാവർക്കും സുഖം, ആനന്ദം, ഐശ്വര്യം, അല്ലേ? സത്യനീതി എന്നീ ആദർശങ്ങളായി നിലകൊണ്ട ഒരു അസുര ചക്രവർത്തി മാവേലി. ഇത് കണ്ടപ്പോൾ ദേവന്മാരുടെ ദേവാധിപതി ഇന്ദ്രനെ കലിപൂണ്ട് വിഷ്ണുവിനെ മാവേലിയുടെ അടുത്തേക്ക് അയക്കുകയും 3 അടി ചോദിക്കുകയും ഭൂമി പാതാളം അതുപോലെ സ്വർഗം 2 അടിയിൽ അളന്നെടുക്കുകയും 3-ാമത്തെ അടി മാവേലിയുടെ തലയിൽ ചവിട്ടിയതും പാതാളത്തിലേക്ക് താഴ്ത്ത കഥയെല്ലാം നമുക്കറിയാം, അല്ലേ? അങ്ങനെ തൻ്റെ പ്രജകളെ ആണ്ടിലൊരിക്കൽ കാണാൻ അവസരം നൽകുകയും ഈ തിരുവോണ നാളിൽ മാവേലി നമ്മെ കാണാൻ എത്തുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ടെന്താണ്, നമുക്കത് ഒരുമിച്ച് ആഘോഷിക്കണം. അതിനുള്ള സമയം കണ്ടെത്തണം. മക്കളായാലും കൊച്ചുമക്കളായാലും എത്ര തിരക്കായാലും ദൂരെയായാലും, പ്രത്യേകിച്ച് വയസ്സായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോടിയെത്തണം മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണാൻ വേണ്ടി. അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങണം. കൊച്ചുമക്കൾ ഒരുപക്ഷെ അവരുടെ ചൂടും ഉമ്മകൾക്കും കൊഞ്ചലുകൾക്കും കാണാനും കേൾക്കാനും കാത്തിരിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ അവരൊന്നും ആവശ്യപ്പെടാറില്ലായിരിക്കും. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. ഇനി അടുത്ത ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിന് ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നറിയാം. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫ്രെയിമിൽ എൻ്റെ ജീവിതത്തിൽ 2-3 ആൾക്കാർ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വേദന ഇന്നും ഉണ്ട്. അങ്ങനെ എൻ്റെ ഓണം ഞാൻ ആദ്യമായി കോളേജിൽ ആഘോഷിക്കുക.